കഴിഞ്ഞു ലാലേട്ടൻ. ഹൗ ഡിഫറെൻ്റ് ആർ ദേ, എങ്ങനെയാണ് ആസ് എ ഫിലിം മേക്കർ സാർ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്? രണ്ടുപേരുടെയും സ്വഭാവത്തിലും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികളും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രണ്ടുപേരുടെയും ടാലൻറ്റും രണ്ടുപേരുടെ അഭിനയ രീതികളും. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ ഇപ്പം ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്ത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ ആദ്യ സിനിമയ്ക്കും പളുങ്കയും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആ കാലത്ത് വലിയ ക്രൗഡിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവും, ഭയങ്കര ബഹളമൊക്കെ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക, അവിടെ എന്താ അറിയാതെ പുള്ളിക്ക് ഒത്തിരി അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാനതൊരു എടത്വാപ്പള്ളി പോലുള്ള ഒരു വലിയ ക്രൗഡിൽ പിന്നെ അതിൻ്റെ അപ്പുറം ഇങ്ങനെയൊക്കെ അപ്പം ഒരു പ്രാവശ്യം നമുക്ക് എൻ്റെ അടുത്ത് നീ എന്താ വിചാരിച്ചത് ഞാൻ മമ്മൂട്ടിയാണ് മാധവനല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മൂട്ടിയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റത്തില്ല, മാധവനായിട്ട് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് മമ്മൂക്കായുടെ ഉള്ള ഒരനുഭവം ആദ്യ സിനിമയിൽ. അപ്പോൾ ആദ്യ സിനിമയിൽ അങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും അത് ചിലപ്പോൾ ഈ പറഞ്ഞ ഗുരുത്വം കൊണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ഒരാളിൽ നിന്നാണല്ലോ ഞാൻ വരുന്നതെന്ന്. നമുക്കായിട്ട് വളരെ സ്നേഹത്തോടുകൂടിയുള്ളൊരു ബന്ധമാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കും, അത് കൃത്യമായി മനസ്സിലാക്കും. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്കാണ് ഞാനിപ്പോൾ ആദ്യമൊക്കെ ഞാൻ വളരെ നമുക്ക് എൻ്റെ അടുത്ത് പറയുന്നത് നീ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം, ശബ്ദം എടുക്കണം. അന്നൊന്നും ശബ്ദം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എന്നാലും അത് ഈ എന്നെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്കായിക്കത് മനസ്സിലാകും. ഇപ്പം രണ്ടാമത്തെ സിനിമ പളങ്കിൽ വന്നപ്പോൾ തോപ്രാംകുടിയിൽ ഒരു ഭയങ്കര കുത്തനെ ഒരു ഇറക്കത്തിന് അവിടെ കൊണ്ടാണ് ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ വരുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്കവിടെ ഒരു ലോറ കാറൊക്കെ പുതിയ വാങ്ങിച്ചിട്ട് അതൊന്നും അങ്ങോട്ട് പോകത്തൊന്നുമില്ല. ജീപ്പിലൊക്കെ കയറി ഇറങ്ങി ഒക്കെ വേണം, നടന്നൊക്കെ വേണം ഇവിടെ വരാൻ. അപ്പോൾ നമുക്ക് ഭയങ്കര അവിടുന്ന് ബഹളം കേൾക്കുന്ന ഏതാണ് ഇത് കാണേണ്ട എടുത്ത് മറ്റേ ബഹളം ചീത്തകളിയൊക്കെ കേൾക്കുന്നുണ്ട് ആ ഡയറക്ടർ. അപ്പം സന്തോഷ് തൊണ്ടിയിലും ആണ് ക്യാമറ. അപ്പം സന്തോഷിന് മലയാളം അത് ചെയ്യാത്തതുകൊണ്ട് പുള്ളിക്കൊരു ചെറിയ ഭയമൊക്കെ. ഞാൻ ഷൂട്ട് ചെയ്ത് നസ്രിയയെ വെച്ചിട്ടുള്ളൊരു സിനിമറ്റ ചെയ്ത് ഞാൻ പറഞ്ഞ് മിണ്ടണ്ട, നമുക്കിതന്നെ ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ചീത്തകളി കേൾക്കാമെന്ന്. അപ്പം പുറത്ത് ചേച്ചി അടുത്ത ഫോണിൽ പറഞ്ഞു ഇത് ഭൂമിയുടെ അറ്റത്തെങ്ങാണ്ട, ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നരകമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ചേച്ചി പിന്നീട് പറഞ്ഞു എന്തിനാ അയാളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്, എന്ത് വഴക്കുണ്ടാക്കിയാലും അയാൾ വിചാരിക്കുന്നതിൻ്റെ വീട്ടിലേ ചെയ്യത്തുള്ളൂ, പിന്നെ എന്തിനാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്നേഹത്തിലുള്ള വഴക്കുകളും കാര്യങ്ങളുമൊക്കെ നടക്കും. പക്ഷെങ്കിൽ നമ്മളെ മമ്മൂക്കായെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കായെ കൃത്യമായി കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. മമ്മൂക്കായ്ക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, പക്ഷെ അത് കൃത്യമായി ഉത്തരം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കായ വളരെ കംഫർട്ടുള്ളത്. ഇതേപോലെ തന്നെ ആണ് ഇപ്പം ഭ്രമരം എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ, നെല്ലിയാമ്പതിയുടെ അങ്ങ് അടുത്ത് പോയി ഒരു ലൊക്കേഷൻ കാണുന്നു. അപ്പം പോകുന്ന വഴിക്ക് കാട്ടുപോത്തുകളെയൊക്കെ കാണാം. ഷൂട്ടിങ് തുടങ്ങാൻ അത് 8 ലൊക്കേഷനുള്ളൊരു സിനിമയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഷെഡ്യൂളിലാണ് ഈ 8 ലൊക്കേഷൻ. അപ്പം പ്രൊഡ്യൂസർ രാജമല്യത്ത് ഈ ലൊക്കേഷൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട് ബാക്കി പ്രൊഡക്ഷൻ്റെ ആൾക്കാരും കണ്ടോന്ന് എനിക്ക് തലേന്ന് കണ്ടു. അപ്പോൾ അവിടേക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ല, ജനറേറ്റർ കൊണ്ടുവരാൻ പറ്റത്തില്ല, പല ഇഷ്യൂസാണ്. അപ്പം അദ്ദേഹം തലേന്ന് വന്നിട്ട് ഇവരെല്ലാം വന്ന് സെറ്റായപ്പം ആർക്കും ഇതിനോട് യോജിപ്പില്ല ഈ ലൊക്കേഷനിൽ ചെയ്യാൻ. ക്യാമറാമാൻ ഉൾപ്പെടെ പറഞ്ഞു അത് നമുക്കിവിടെ കുറച്ച് ശരിക്കുള്ള റോഡിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് റോഡ് കാണാതൊക്കെ എടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞു. പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാമറാമാൻ വരെ ഇങ്ങനെ പറയുന്നു, നമുക്ക് ഇവിടുന്ന് മാറിയാലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ പേരും അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു കലഹം നടന്നിട്ടാണ് പിറ്റേ ദിവസം ലൊക്കേഷനിൽ എല്ലാവരും ചെന്നവർക്കെല്ലാം എങ്ങനെ ഇതുകൂടെ സിനിമ ചെയ്യും, ഇങ്ങനെ പല ഇതാണ്. അപ്പം ഞാൻ മാത്രം ഭാവിയും ബാക്കിയുള്ളവരും ഇങ്ങനെ ഇത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക.
അപ്പോഴാണ് ലാലേട്ടൻ്റെ പജീറോയിലോ മറ്റോ വന്നു, അതും കയറാതെ പ്രശ്നം, വേറെ വണ്ടികളൊക്കെ വന്ന് ലാലേട്ടൻ വരും, എല്ലാവരും ഇത് അപ്പാടെ പ്രശ്നമാവുമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ കുറച്ച് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായില്ലേ? അത് സാരമില്ല, എത്ര ഇതൊന്നും സ്വിറ്റ്സർലൻഡിൽ പോയിരിക്കുന്നതിൻ്റെ കൂട്ടല്ലല്ലോ ഈ ലൊക്കേഷൻ കണ്ടിട്ട്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലല്ലേ ഇങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടുകൂടി പ്രൊഡ്യൂസറും ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി. അപ്പം ഇത്തരം ചില വ്യത്യാസങ്ങളെന്നുള്ള അല്ലാതെ നമ്മൾക്ക് അവർക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള കൃത്യമായ കാര്യം നമുക്കുണ്ടാവുകയും നമ്മൾക്കതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും ചെയ്യണം. അതിന് എനിക്ക് ലാലേട്ടനെ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരോടും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്.